എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുൾ ഓൺ കരിയർ പവറിലേക്ക് ഹാർദവമായ സ്വാഗതം. MBA കഴിഞ്ഞവർക്കും BE BTech പാസ്സായവർക്കും അതുപോലെ CA CMA ഇൻ്റർ പാസ്സായവർക്കും ആയിട്ട് നമ്മുടെ കെൽട്രോൺ പുതിയൊരു ഓപ്പർച്യൂണിറ്റി വെച്ച് നീട്ടുകയാണ്. മൊത്തം 102 ഒഴിവുകളുണ്ട്. ഇവിടെ ഫ്രഷേഴ്സിനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഇവർ ഓഫർ നൽകുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. PSC വഴിയല്ല റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. നമുക്ക് നേരിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കാം. മൊത്തം 102 ഒഴിവുകളാണെന്ന് പറയുന്നത്. ചിലതിൻ്റെ മാത്രമുണ്ട്. ചില വേക്കൻസികൾ ഓൾ ഓവർ കേരളയാണ്. മറ്റ് ചിലത് ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിലായിട്ടാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഈ 7th നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 25th നവംബർ ആണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ തന്നെ എന്താ പറയുക ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ജോലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മൊത്തം നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളതെന്ന്. മാനേജറുടെ 2 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അത് മാനേജർ ഒരു മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത് കൊൽക്കത്തയ്ക്കായിരിക്കും. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് കേരളത്തിലായിട്ടായിരിക്കും കേട്ടോ. അതിൽ ഒരു പോസ്റ്റിന് BE BTech ഒക്കെ മതി. മറ്റേ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്നത് ടോട്ടൽ 3 ഒഴിവാണ് പറയുന്നത്. അതുപോലെ സീനിയർ എഞ്ചിനീയർ 7 പോസ്റ്റും സീനിയർ ഓഫീസർ 6 പോസ്റ്റും എഞ്ചിനീയറിൻ്റെ 13 പോസ്റ്റും ഓഫീസറിൻ്റെ 5 പോസ്റ്റും എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസർ അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിക്ക് ആയിട്ടാണ് എടുക്കുന്നത്. അത് 16 പോസ്റ്റും അതുപോലെ എഞ്ചിനീയർ ട്രെയിനിക്ക് 50 വേക്കൻറ്റും. അങ്ങനെ മൊത്തം 102 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ പറയണത് മാനേജർക്കാണെങ്കിൽ BE അല്ലെങ്കിൽ BTech അത് ECയിലോ EEയിലോ ITയോ ആയിരിക്കാം. അതുപോലെ MBA അല്ലെങ്കിൽ MSW വിത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ അസിസ്റ്റൻറ്റ് മാനേജറുടെ പോസ്റ്റ് പറയുകയാണെങ്കിൽ BE അല്ലെങ്കിൽ BTech വിത്ത് MBA. MBAയിൽ ഫിനാൻസോ മാർക്കറ്റിങ്ങോ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. ഇതിലും എക്സ്പീരിയൻസ് വേണം. ദെൻ സീനിയർ എഞ്ചിനീയർ ആണ്. സീനിയർ എഞ്ചിനീയർ ആണെങ്കിൽ BE BTech അതുപോലെ തന്നെ എക്സ്പീരിയൻസും വേണമെന്നാണ് പറയുന്നത്. സീനിയർ ഓഫീസർ BE BTechോ അതുപോലെ MBA അല്ലെങ്കിൽ MSW എന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസിന് അപ്ലൈ ചെയ്യാം. പിന്നെ എഞ്ചിനീയർ ആണെങ്കിൽ BE BTech അത് BTech എന്തിലാ ECയോ അത് EEയോ മെക്കാനിക്കലോ ആണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ CA ഇൻ്റർ അല്ലെങ്കിൽ CMA ഇൻ്റർ അതും എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസിനാണ്. ദെൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസർ അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിലേക്കാണ്. അത് BEയോ BTechോ അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ PG വിത്ത് എക്സ്പീരിയൻസ് ആണ്. എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിൽ BE BTech BSc അല്ലെങ്കിൽ PG. ഈ പോസ്റ്റിന് എക്സ്പീരിയൻസ് പറയുന്നില്ല. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മാനേജറാണ് ആദ്യത്തെ ഒരു പോസ്റ്റിൽ മാനേജർ പറയുന്നുണ്ട്. അത് കൊൽക്കത്തയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് ഉണ്ടാവുക. അതെന്ന് പറയുന്നത് BE BTech അത് മിനിമം BTech ECയിലോ EEയിലോ ITയിലോ ആയിരിക്കണം. അതിൽ മിനിമം 60% ഓഫ് മാർക്ക് വേണം. അതേപോലെ തന്നെ അതല്ലെങ്കിൽ MBA ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കണം. മാർക്കറ്റിങ്ങിലാണ് MBA ചെയ്തിരിക്കേണ്ടത് സ്പെഷ്യലൈസേഷൻ. അവർക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയണത്. ദെൻ ഇവർക്ക് പറയണ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 30,000-നും 54,910-നും ഇടയിലാണ്. അതുപോലെ 45 വയസ്സായിരിക്കണം മാക്സിമം ഏജ് ലിമിറ്റ്. അവർ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഓഫീസിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ ഇത്തരം ആക്ടിവിറ്റീസ് ഒരു മാനേജർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്ത പേഴ്സൺസിലും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് മാനേജർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 മാനേജർ പോസ്റ്റ് ഉണ്ടെന്ന്. അതിൽ ഒരു മാനേജറുടെ ക്വാളിഫിക്കേഷനാണ് ഈ പറയുന്നത്.
പിന്നെ ഒരു മാനേജർ പോസ്റ്റ് HREക്കാണ്. അത് എനിവർ ഇൻ കേരളയാണ്. അതിൽ പറയുന്നത് MBA അല്ലെങ്കിൽ MSW ആണ്. വിത്ത് HR സ്പെഷ്യലൈസേഷൻ ആണ്. 60% മാർക്ക് വേണം. ഓക്കെ. പിന്നെ ഡിഗ്രി ഇൻ ലോ ആണെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയണേ. അതുപോലെ 15 years എന്താ പറയുക വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയണത്. ഇതിലും സാലറി എന്ന് പറയുന്നത് 30,000-നും അതുപോലെ 54,910-നും ഇടയിൽ സാലറി പേയ്മെൻറ്റ് വരും. അതുപോലെ 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ അസിസ്റ്റൻറ്റ് മാനേജർ നമ്മൾ നേരത്തെ പറഞ്ഞു 3 പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്നത് എനിവർ ഇൻ കേരളയാണ്. കേരളത്തിൽ എവിടെയും ആവാം. അവർക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ BE ഓർ BTech വിത്ത് MBA ആണ്. MBAയിലെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഫിനാൻസിലോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോ ആയിരിക്കണം. അതുപോലെ തന്നെ 60% ഓഫ് മാർക്കും ഉണ്ടായിരിക്കണം. ഇവർക്ക് മിനിമം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 7 വർഷമാണ്. അതുപോലെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 24,500-നും 44,860-നും ഇടയിലാണ്. ഇവർക്ക് 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ദെൻ സീനിയർ എഞ്ചിനീയറിന് എനിവർ ഇൻ കേരളയായിരിക്കും അപ്പോയിൻമെൻറ്റ് വരുന്നത്. അതിൽ 3 വേക്കൻസി ഉണ്ട്. BE BTech ECE വിത്ത് മിനിമം 60% ഓഫ് മാർക്ക്. അവർക്ക് 4 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇവർക്ക് 23,000-നും 42,090-നും ഇടയിൽ സാലറി കിട്ടും. 40 വയസ്സാണ് മാക്സിമം ഏജ്. അതുപോലെ തന്നെ BE BTech ECEയിലോ EEയിലോ ഉണ്ടെങ്കിൽ 60% ഓഫ് മാർക്കും ഉണ്ടെങ്കിൽ ഇവർക്കും സീനിയർ എഞ്ചിനീയറിൽ അപ്ലൈ ചെയ്യാം. മിനിമം 4 വർഷമാണ് എക്സ്പീരിയൻസ് പറയുന്നത്. സാലറി സ്കെയിൽ സെയിം തന്നെ 23,000-നും 42,090-നും ഇടയിലാണ്. 40 വയസ്സ് വരെ ആയിരിക്കും ഏജ് ലിമിറ്റ്. ദെൻ BE BTech ECE അല്ലെങ്കിൽ EEE മിനിമം 60% ഓഫ് മാർക്കാണെങ്കിൽ എന്താ പറയുക 2 വേക്കൻസിക്ക് എനിവർ ഇൻ കേരളയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യും. 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവർ വർക്ക് ചെയ്യുന്നത് എന്താ പറയുക ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെ അല്ലെങ്കിൽ CCTV സർവൈലൻസ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കായിരിക്കും മുൻഗണന. ഇവർക്കും 23,000-നും അതുപോലെ 42,090-നും ഇടയിലായിരിക്കും സാലറി സ്കെയിൽ. 40 വയസ്സ് വരെയുള്ളവർക്ക് പറ്റും. അതുപോലെ സീനിയർ ഓഫീസർ MBA അല്ലെങ്കിൽ MSW ഓർ ഇക്വാലൻറ്റ് വിത്ത് HR സ്പെഷ്യലൈസേഷൻ ഉള്ള ആളുകൾക്ക് മിനിമം 60% മാർക്ക്. അതുപോലെ ഡിഗ്രി ഇൻ ലോ ഉള്ളവർക്കും 4 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ HR ഫങ്ഷൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. അവർക്ക് 23,000 അതുപോലെ 42,090 വരെയാണ് പേയ്മെൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. മാക്സിമം 40 വയസ്സാണ് പറയുന്നത്. ദെൻ BTechഉം അതുപോലെ ECEയും ECEയും ITയും ഇതിലേതെങ്കിലും BTech ഡിഗ്രി ഉള്ള ആളുകൾ 60% മാർക്കും ആയിരിക്കണം. 4 വർഷത്തെ പോസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവർ ബഡ്ജറ്റിങ്ങും അതുപോലെ തന്നെ MIS റിപ്പോർട്ട് പ്രിപ്പറേഷൻ അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ കമ്പനിക്ക് 250 കോടി ടേൺ ഓവറും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് 4 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് സീനിയർ ഓഫീസറായിട്ട് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 23,000-നും അതുപോലെ 42,090-നും ഇടയിലാണ്. ദെൻ എഞ്ചിനീയറിംഗ് പോസ്റ്റ് എന്ന് പറയുന്നതാണ്. എഞ്ചിനീയറിംഗ് പോസ്റ്റ് എനിവർ ഇൻ കേരളയാണ് അപ്പോയിൻമെൻറ്റ് വരിക. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ്. അതുപോലെ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ FPGA പ്രോഗ്രാമിംഗ്, സിഗ്നൽ പ്രോസസ്സിംഗ്, പവർ ഇലക്ട്രോണിക്സ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള വ്യക്തികൾക്കാണ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് ഒരു 6 പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത്രയും ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തികൾക്കായിട്ട് 6 പോസ്റ്റ് ഉണ്ട്. എനിവർ ഇൻ കേരളയായിരിക്കും അപ്പോയിൻമെൻറ്റ് വരിക. ഇവർ BTechൽ ECE അല്ലെങ്കിൽ EEയിൽ സ്പെഷ്യലൈസേഷൻ ഇൻ എംബഡഡ് സിസ്റ്റം വിത്ത് മിനിമം 60% മാർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 20,500-നും 37,590-നും ഇടയിലാണ് സാലറി സ്കെയിൽ വരുന്നത്. 36 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയർ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു
പറഞ്ഞിരുന്നു എൻജിനീയറിംഗിൽ എത്രയാ ടോട്ടല് 13 വയസ്സ് 13 ഒഴിവ് പറഞ്ഞേക്കണേ കേട്ടോ. ആ 13 ഒഴിവിൽ 2 സെക്ഷനായിട്ടാണ് എഞ്ചിനീയറിംഗിനെ തിരിച്ചേക്കണേ. എഞ്ചിനീയറിൽ 6 ഒഴിവ്, അതിപ്പോൾ പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക്. ബാക്കി 7 ഒഴിവ് എന്ന് പറയുന്നത് ബിഒ ബിടെക്കോ, അതും ഇസിഒ അല്ലെങ്കിൽ ട്രിപ്പിളിയോ മെക്കിലോ ആയിരിക്കണം. മിനിമം 60% മാർക്കുള്ള ആളുകളായിരിക്കണം. അതുപോലെ ഇവർക്ക് വർക്ക് എക്സ്പീരിയൻസ് 1 വർഷം ഉണ്ടായിരിക്കണം. അത് മാർക്കറ്റിങ്ങിലോ പ്രൊഡക്ഷൻ ഓഫ് IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് 1 വർഷം ഉണ്ടായിരിക്കണം. ഇവർക്ക് 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 20,500-നും 37,590-നും ഇടയിലാണ് സാലറി സ്കെയിൽ വരുന്നത്. ദെൻ ഓഫീസറാണ്. ഓഫീസറിൽ മൊത്തം 5 പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓഫീസറിൽ മൊത്തം 5 പോസ്റ്റ് ഉണ്ട്. അതും എനിവർ ഇൻ ഇന്ത്യയിലായിരിക്കും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഇത് CA ഇൻ്റർ പാസ്സായവർക്കും അതുപോലെ CMA ഇൻ്റർ പാസ്സായവർക്കും വേണ്ടിയാണ്. മിനിമം 4 വർഷമാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ഇവർ ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനും അതുപോലെ ടാക്സും അക്കൗണ്ട്സിലും കമ്പ്യൂട്ടറൈസ്ഡ് നോളജും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് 25,500 മുതൽ 37,590 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. മാക്സിമം 40 വയസ്സ് വരെ ആവാം. അതുപോലെ എഞ്ചിനീയർ ഓഫീസർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസർ. ഓക്കെ, ഇത് മൊത്തം നമ്മൾ പറയണത് 16 ഒഴിവാണ് പറയുന്നത്. അതിനെ 4 വീതം 16 ഒഴിവായിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. അതിൽ ആദ്യത്തെ 4 വേക്കൻസി എന്ന് പറയുന്നത് മിനിമം 1 വർഷം ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതും കോർ ജാവ, JT, EE അതിലൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കണം, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇവരെന്ന് പറയുന്നത് BE BTech കമ്പ്യൂട്ടർ സയൻസ് BCE കാര്യങ്ങൾ കഴിഞ്ഞ വ്യക്തികളായിരിക്കണം. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 20,500-നും 37,590-നും ഇടയിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് പേഴ്സൺസ് എന്ന് പറയുന്നതും അവർക്ക് 1 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവരെന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കണം. സാലറി സ്കെയിൽ സെയിം തന്നെയാണ്. ഇവർക്കും എനിവർ ഇൻ കേരളയാണ് അപ്പോയിൻമെൻറ്റ് വരിക. ദെൻ നെക്സ്റ്റ് പറയുന്ന കാറ്റഗറിക്കും 1 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതും 4 ഒഴിവാണ് വരുന്നത്. ഇവരുടെയും പേയ്മെൻറ്റ് സ്കെയിൽ 20,500-നും 37,590-നും ഇടയിലാണ്. പിന്നെ 4 വേക്കൻസി വരുന്ന എഞ്ചിനീയർ ഓഫീസർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആ ടീമിന് എനിവർ ഇൻ കേരള ആയിരിക്കും അപ്പോയിൻമെൻറ്റ് വരിക. മിനിമം 1 വർഷത്തെ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ GIS ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിലായിരിക്കണം ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവരുടെയും സാലറി സ്കെയിൽ 20,500-നും 37,590-നും ഇടയിലായിരിക്കണം. അതുപോലെ 36 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് എഞ്ചിനീയർ ട്രെയിനി. അത് 50 പോസ്റ്റ് ഉണ്ട്. എനിവർ ഇൻ ഇന്ത്യയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ജോലി കിട്ടേണ്ടത്. ഇവർക്ക് എന്ന് പറയുന്ന യോഗ്യത BE BTech അല്ലെങ്കിൽ PG ഉണ്ടായിരിക്കണം. ഓക്കെ, BE ഇൻ ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ CS ഓർ BSc ഫിസിക്സ് മാത്സ് ഇലക്ട്രോണിക്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ CS അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് വിത്ത് മിനിമം 60% മാർക്കാണ്. മിനിമം 60% മാർക്ക് മാത്രം മതി എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഫ്രഷേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് എന്താ പറയുക 15,500 രൂപ വെച്ചിട്ടായിരിക്കും ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ കിട്ടുക. അതുപോലെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 20,500-നും 37,590-നും ഇടയിലായിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ് കേട്ടോ. ദെൻ ഇത് എക്സാമായിട്ട് നടത്തും, റിട്ടേൺ എക്സാം ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവും പാസ്സാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവസരം കിട്ടുന്നത്. അതുപോലെ തന്നെ 500 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്.
SC ST കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് പേയ്മെൻറ്റ് ഇല്ല. അതുപോലെ നമ്മൾ അപ്രൂവ് ചെയ്ത UGC അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റീസിൽ നിന്നായിരിക്കണം പാസ് ഔട്ട് ആവേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓക്കെ കെൽട്രോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.